അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ SNECയിൽ 2026-27 അധ്യയന വർഷത്തെ സ്കൂൾ 7ാം ക്ലാസ് കഴിഞ്ഞ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള അഡ്മിഷൻ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളുടെ 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളുടെ പ്രവേശന പരീക്ഷ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ എൻട്രൻസ് ടെസ്റ്റ് NEET 2026 ഏപ്രിൽ 12 ഞായറാഴ്ച കേരളത്തിനകത്തും പുറത്തും വിവിധ കേന്ദ്രങ്ങളിലായി നടക്കുകയാണ്. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങളും ഈ പരീക്ഷയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ആദ്യമായി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയാണ്. ഒന്നാമതായി NEET പൂർണ്ണമായും ഓൺലൈൻ മോഡിലായിരിക്കും. അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാണ് ഈ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ കൈവശം ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ സ്മാർട്ട് ഫോണിൽ പരിപൂർണമായി ചാർജ് ചെയ്തതാണെന്നും ഡാറ്റ കണക്ഷൻ ഉള്ളതാണെന്നും ഉറപ്പുവരുത്തുക. പരീക്ഷാ ഹാളിനകത്ത് മറ്റൊരു ഡിജിറ്റൽ ഉപകരണവും സ്മാർട്ട് വാച്ച് ആവട്ടെ, ഇയർപോഡ് ആവട്ടെ, മറ്റുള്ളതാവട്ടെ ഒന്നും അനുവദിക്കുന്നതല്ല. വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഹാൾ ടിക്കറ്റിനൊപ്പം ആധാർ കാർഡ് കയ്യിൽ കരുതേണ്ടതാണ്. ഇൻവിജിലേറ്റർമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. വിദ്യാർത്ഥികൾ നീല അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള പേന കയ്യിൽ കരുതുക. കൃത്യം രാവിലെ 11 മണിക്ക് നമ്മുടെ പരീക്ഷ ആരംഭിക്കുന്നതാണ്. 10:30 വിദ്യാർത്ഥികൾ പരീക്ഷാ കേന്ദ്രത്തിനുള്ളിൽ കയറേണ്ടതും 11 വരെയുള്ള കൂൾ ഓഫ് ടൈം ഉപയോഗപ്പെടുത്തേണ്ടതുമാണ്. ആവശ്യമെങ്കിൽ സുതാര്യമായ ബോട്ടിലുകളിൽ വെള്ളം കൊണ്ടുവരാവുന്നതാണ്. ഹാളിൽ പരിപൂർണ അച്ചടക്കം കാത്തുസൂക്ഷിക്കേണ്ടതാണ്. അടുത്തതായി നമ്മുടെ പരീക്ഷയിൽ ചോദ്യങ്ങൾ ഏതെല്ലാം മേഖലയിൽ നിന്നും പ്രധാനമായി വരുന്നു എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2 മാർക്കിൻ്റെ 25 ചോദ്യങ്ങൾ വീതമുള്ള 2 പേപ്പറുകളാണ് ഈ ഒരു പരീക്ഷയിൽ വിദ്യാർത്ഥികൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതിലൊന്നാമത്തേത് ജനറൽ പേപ്പറാണ്. ജനറൽ പേപ്പറിൽ സമസ്ത മദ്രസ 5ാം ക്ലാസ്സിലെ വിഷയങ്ങളാണ് 28% ചോദ്യങ്ങൾ ഉണ്ടാവുക. സ്കൂൾ 7ാം ക്ലാസ്സിൽ പഠിച്ച മാത്തമാറ്റിക്സ്, സയൻസ്, ഇംഗ്ലീഷ് പോലെയുള്ള വിഷയങ്ങളാണ് 28% ഉണ്ടാവുക. ജനറൽ നോളജ്, പൊതുവിജ്ഞാനം, അതുപോലെ കാലിക വിഷയങ്ങൾ എന്നിവയെല്ലാം 16% ചോദ്യങ്ങളുണ്ടാകും. IQ, നമ്മുടെ ബുദ്ധി ശക്തി പരിശോധിക്കുന്ന റീസണിങ്സ്, ബ്ലഡ് റിലേഷൻസ് പോലെയുള്ള ചോദ്യങ്ങൾ 16%. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 12%. ഈ രൂപത്തിലാണ് നമ്മുടെ ജനറൽ പേപ്പറിലെ ചോദ്യങ്ങൾ ഉണ്ടാവുക. അടുത്തതായി സബ്ജക്റ്റ് പേപ്പർ 2 രൂപത്തിലാണ് വരുന്നത്. ഒന്ന്, മതപരമായ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ശരിയ പ്ലസ് ഷീ പ്ലസ് സ്ട്രീമുകളിലേക്ക് അപേക്ഷ നൽകിയ വിദ്യാർത്ഥിനികൾക്ക് സബ്ജക്റ്റ് പേപ്പറിൽ മതപരമായ വിഷയങ്ങൾ, അതായത് അവർ മദ്രസയിൽ സമസ്ത 5ാം ക്ലാസ് മദ്രസയിൽ പഠിച്ച കാര്യങ്ങളായിരിക്കും ചോദിക്കുക. ഭൗതിക പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ലൈഫ് പ്ലസ് സ്ട്രീമിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് സ്കൂൾ വിഷയങ്ങൾ, അതായത് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ അവർ പഠിച്ച കാര്യങ്ങളായിരിക്കും സബ്ജക്റ്റ് പേപ്പറിൽ ചോദിക്കുക. ഈ രൂപത്തിൽ സബ്ജക്റ്റ് പേപ്പറും ജനറൽ പേപ്പറുമായാണ് നമ്മുടെ പരീക്ഷ നടക്കുക. ഒരേ സമയം ശരിയ പ്ലസിനും ഷീ പ്ലസിനും അതുപോലെ ലൈഫ് പ്ലസിനു കൂടി അപേക്ഷ കൊടുത്ത ആളുകൾ, ശരിയ പ്ലസിനോ ലൈഫ് പ്ലസിനോ ഒന്നിച്ചോ, ഷീ പ്ലസിനും ലൈഫ് പ്ലസിനും ഒന്നിച്ചോ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ ആദ്യം ജനറൽ പേപ്പർ കംപ്ലീറ്റ് ചെയ്യുകയും തുടർന്ന് മറ്റുള്ള വിഷയങ്ങൾ ഓരോ ഘട്ടമായി ആദ്യം ശരിയ പ്ലസും പിന്നീട് ലൈഫ് പ്ലസും എന്ന രൂപത്തിൽ 2 പേപ്പറുകളും അരമണിക്കൂറിലായി അടുത്തടുത്ത സമയങ്ങളിൽ പൂർത്തിയാക്കുന്ന രീതിയിലാണ് പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത്. മാതൃകാ ചോദ്യങ്ങളടക്കമുള്ള മറ്റ് സഹായങ്ങൾ നമ്മുടെ സംവിധാനങ്ങളിലൂടെ വരുന്നതാണ്. വിദ്യാർത്ഥികൾ നല്ല നിലയിൽ ഒരുങ്ങി ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുക. നല്ല വിജയം നേടി
ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിൽ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.